ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ കാലമായിട്ടോ ഞാൻ വിചാരിക്കുന്ന ഒരു ലോങ് വീഡിയോസ് എടുക്കണമെന്ന്. അപ്പോൾ ഇന്ന് ഏതായാലും ലോങ് വീഡിയോസിന് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ? ഞാനും വോട്ടൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ബീഫാണ് കേട്ടോ ഗായ്സ്. ബീഫും അതുപോലെ മഞ്ഞച്ചോറുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ എത്താത്താണ് കേട്ടോ ഗായ്സ്. അവളാണ് ബീഫ് കറീൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ അതിലേക്ക് കുക്കറിലേക്ക് ഞങ്ങൾ എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ട് ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ടും കണ്ട് നമ്മൾ വഴറ്റുന്നുണ്ട് കേട്ടോ ഗായ്സ്. അതിന് ശേഷമാണ് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇടുന്നത് കേട്ടോ. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് മസാലപ്പൊടി ഇടുന്നത്. പിന്നെ അതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഗായ്സ്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ ഇതാ ചോറ് വെക്കുന്നതിൻ്റെ ഉമ്മാണ് കേട്ടോ. ഉമ്മാക്ക് പുറത്ത് വിറകടുപ്പിൽ വെച്ചാലേ ഉമ്മാക്ക് സമാധാനമുള്ളൂ കേട്ടോ. ഉമ്മാക്ക് ഇഷ്ടതും അത് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗായ്സ് വിറകടുപ്പിൽ ഉണ്ടാക്കിയാൽ. അപ്പോൾ മഞ്ഞച്ചോറാണ് കേട്ടോ ഗായ്സ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഗായ്സ്. നമ്മൾ നെയ്ച്ചോറ് വെക്കണ പോലെ തന്നെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഉമ്മ ഒരു കൊട്ട നിറച്ച് ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മാൻ്റെ നെയ്യപ്പം. അപ്പോൾ അതിൽ നിന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഗായ്സ്. എനിക്ക് ഈ സൈഡ് നല്ല മൊരിഞ്ഞ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കറുമുറാന്ന് ചെല്ലി തിന്നാൻ പ്രത്യേക ടേസ്റ്റാണ് ഗായ്സ്. അപ്പോൾ ഞാനത് നോക്കി സെലക്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പുറത്തത്തെ കാഴ്ചകളാണ് ഗായ്സ്. നമ്മളെ കർമൂസമിലൊക്കെ നല്ലോണം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റൂളിട്ടുങ്ങാണ്ട് ഞാൻ കയറി കണ്ട് ഒരു കർമൂസ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതിതാ നല്ല പഴുത്ത കർമൂസയാണ് ഗായ്സ്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇതിന് വെള്ളം വറ്റാനും കൂടിയേ ഉള്ളൂ. വെള്ളം വറ്റി കഴിഞ്ഞാൽ നമ്മളെ ചോറ് തയ്യാർ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ഞങ്ങളെ ഫ്രണ്ടിലുള്ള കേട്ടോ. കുട്ടികൾക്കും വേണമെങ്കിൽ പറിക്കാൻ പറ്റിയ അത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ. ഇതിന് കണ്ടില്ലേ, ഇതും നന്നായിട്ട് പഴുക്കാനായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ ഇത് ഞങ്ങളെ തറവാട് വീടാണ് കേട്ടോ. ഞാൻ കളിച്ച് വളർന്ന വീടാണ് കേട്ടോ ഗായ്സ്. അത് കഴിഞ്ഞ് അപ്പുറത്തുള്ളതാണ് ഞങ്ങൾക്ക് പുതിയത് ഉണ്ടാക്കുന്ന വീട് കേട്ടോ. വീട് പണി എവിടെ എത്തിയെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വീട് പണി കണ്ടില്ലേ എവിടെ എത്തിയെന്നുള്ളത്. പിന്നെ ഇതാ നമ്മളെ മഞ്ഞച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ മഞ്ഞച്ചോറും നല്ല ബീഫ് കറിയും അതുപോലെ അച്ചാറും കൂട്ടി കുഴച്ചും കണ്ട് ഞാനൊരു പിടിപിടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അടിപൊളിയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നേർച്ച സമയത്ത് അതുപോലെ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്കൊക്കെ ഈ മഞ്ഞച്ചോറ് ഇറച്ചിക്കറിയും അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഗായ്സ്. പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ സ്റ്റെയറിൻ്റെ അടുത്ത് കൂടെ ഫൈമോനും ഫിനുമോളും ഓടി നടക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് പോകുന്നു കേട്ടോ. ഇതാട്ടോ നമ്മളെ മുറ്റത്തുള്ള ചെടികളാണ് കേട്ടോ ഗായ്സ്. ഇതൊക്കെ എൻ്റെ അക്കാക്ക കേട്ടോ കുഴിച്ചിട്ടത്. നിങ്ങളറിയാൻ മതിയാകും റാസി വ്ളോഗിൽ റാസിനെ. അപ്പോൾ ഓനാണ് ഈ ചെടികളൊക്കെ, ഇങ്ങനത്തെ ചെടികളൊക്കെ കുഴിച്ചിടുന്ന പണിയും ഓനക്കാണ് കേട്ടോ. ഇങ്ങനത്തെ മരച്ചെടികളെ ഫേവറേറ്റ് ആട്ടോ. എനിക്ക് ഓൻ്റെ ഫേവറേറ്റ് മരച്ചെടികളാണ്. അപ്പോൾ അതൊക്കെ ഓനാണ് കുഴിച്ചിടുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഒരു നാട്ടിൻപുറത്തെ ആ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും കേട്ടോ. നമ്മൾ ആ ഒരു തറവാട് വീടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു ഫീല് വരും കേട്ടോ. പിന്നെ അതിന് തൊട്ടപ്പുറത്താട്ടോ നമ്മളെ പുതിയ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്കതിൽ കയറിക്കൂടാൻ പറ്റട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.